നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കണ്ണൂരിൽ പി ജയരാജന് വേണ്ടി വീണ്ടും ഫ്ലെക്സ്. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് പാർട്ടിയിലെ വാചകങ്ങൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIM-ൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കണ്ണൂരിൽ ഇന്നലെയും പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും ഉയർന്നിരുന്നു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് ഇന്ന് യോഗമൊക്കെ ചേരുന്ന ഒരു സാഹചര്യത്തിൽ കണ്ണൂരിൽ ഇപ്പോൾ പി ജയരാജന് വേണ്ടി ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അഴീക്കോട് മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉയർന്നത്. പി ജയരാജനെ വേഗം വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നൊക്കെയാണ് ഈ ഒരു ഫ്ലെക്സിൽ പ്രധാനമായും വാചകങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും CPM-നെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ കണ്ടതാണ്. അത് ഫ്ലെക്സ് ബോർഡിലൂടെയൊക്കെ പ്രതിഷേധിക്കുന്ന രീതിയിലൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-ൽ നേതൃമാറ്റമൊക്കെ ആവശ്യപ്പെടുകയാണ്. കണ്ണൂരിലും ഈ ഒരു നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ ഉയർന്നിരുന്നു. അതുമാത്രമല്ല, ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിനെ സംബന്ധിച്ച് ഒരു ഇടത് കോട്ട തന്നെയാണ് കണ്ണൂർ. ഈ ഒരു ഇടത് കോട്ടയൊക്കെ വലിയ രീതിയിൽ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു വിജയമാണ് UDF നേടിയെടുത്തത്. എന്തായാലും ഈ ഒരു കണ്ണൂരിലാണ് പി ജയരാജന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉയർന്നിട്ടുള്ളത്. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുള്ളത്. പി ജയരാജനെ തിരിച്ചു വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നൊക്കെയാണ് ഈ ഒരു ഫ്ലെക്സിൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പിന്നാലെയാണ് നേതൃമാറ്റം ആവശ്യപ്പെടുന്നത്. CPM-ൽ പുതിയൊരു നേതൃത്വം വേണമെന്നാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡുകളിലൂടെയൊക്കെ ആവശ്യപ്പെടുന്നത്. എന്തായാലും കണ്ണൂരിൽ ഇന്നലെയും പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ ഉയർന്നിരുന്നു.